ഈ സിനിമയിലെ സാഹചര്യം എന്തെന്നാൽ അപ്പോൾ ആദ്യം ഒരാളെ മീറ്റ് ചെയ്ത് കണ്ടു, അയാളോട് ഇടപഴകി, അയാളുടെ കൂടെ ഈവൻ സെക്സ് വരെ ആയി. എന്നിട്ട് അവർക്ക് പരസ്പരം ഒത്തുപോയില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ക്യാരക്ടർ ഇയാൾക്ക് പറ്റില്ല എന്നതുള്ള തിരിച്ചറിവിൽ അയാൾ അപ്പുറത്തെ വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഒന്ന് കാണാനോ വിളിക്കാനോ സംസാരിക്കാനോ കൂട്ടാക്കാതെ ആ വ്യക്തിയെ ടോട്ടലി അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ അവോയ്ഡ് ചെയ്യുമ്പം ആ പെൺകുട്ടി, അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിക്ക് അവൾ സഫർ ചെയ്യുന്നതും അവൾക്ക് അത് എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ചില പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അത് ഓവർകം ചെയ്യണമെന്നില്ല. അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റാതെ നിന്ന് അത്രയും ബെഗ് ചെയ്ത് അത്രയും പുറകിന് പോയി വീണ്ടും ചെല്ലുമ്പോൾ ഈ വ്യക്തി വേറൊരാളുമായിട്ട് റിലേഷനിലാണെന്ന് കണ്ട് അതിനുള്ള പക വീട്ടുന്നൊരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ നിയമമാണ് ഈ പക വീട്ടാൻ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടെയാണ് ഇവർ സെക്സിലേർപ്പെട്ടത്. പിന്നീട് അത് അയാളോട് പക പോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഈ സെക്സിനെ യൂസ് ചെയ്യുകയും ഇങ്ങനൊരു കുറ്റാരോപണം അയാളിൽ വരുമ്പം ഈ സമൂഹം എങ്ങനെയാണ് അയാളെ ട്രീറ്റ് ചെയ്യുന്നതെന്നും അതും ഈവൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് കൂടി അയാൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും അയാൾ ജയിലിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും എന്താ പറയുക, ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു റോ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തിയേറ്ററിൽ കിട്ടിയത്. ശരിക്കും ജയിലിൽ നടക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിക്കുന്നതെല്ലാം റിയാലിറ്റിയിൽ നിന്ന് തന്നെ എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമ. ഇത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഈ സിനിമ സീരിയസ്ലി ഭയങ്കര സ്ലോ പേസ്ഡ് മൂവിയാണ്. മേക്കിംഗ് വൈസ് അടിപൊളി, മേക്കിംഗ് ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ സിനിമ കണ്ടത് വെച്ച് മാത്രമല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ പരസ്പര സമ്മതത്തോടെ നിങ്ങൾ ചെയ്തതൊക്കെ നാളെ ഒരിക്കൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് നാളോട് പക വീട്ടാൻ ഉപയോഗിക്കാതിരിക്കുക. അതൊരു മെസ്സേജായിട്ട് എടുക്കുമെന്ന് കരുതുന്നു. ഈ സിനിമയിൽ നിന്നും എനിക്കതാണ് പറയാൻ തോന്നിയത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.